നമസ്കാരം. ഈ ദിവസത്തെ മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അരമണിക്കൂറിൽ ഞാൻ പ്രവിതാലക്ഷ്മി ലേറ്റ് എഡിഷനിലൂടെ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി ചർച്ച നടത്തിയിട്ടും PM ശ്രീയിൽ അയയാതെ CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും. മുഖ്യമന്ത്രിയുടെ സമവായ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് CPI നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. മന്ത്രിസഭായോഗം ചർച്ച ചെയ്യാതെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ അതൃപ്തി അറിയിച്ച് CPI മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനുള്ള CPI തീരുമാനം കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ 24 പുറത്തുവിട്ടിരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് തീരുമാനം. ഇനി 27-ാം തീയതി കഴിഞ്ഞ് മാത്രമേ ക്യാബിനറ്റ് യോഗമുള്ളൂ. അതുകൊണ്ട് തന്നെ CPIക്ക് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു സാവകാശമുണ്ട്. അതായത് CPIഎമ്മിനെ അറിയിച്ചു, ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുന്നു, എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് തീരുമാനത്തിന് അംഗീകാരം നൽകുന്നു. ഈ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞാൽ കടുത്ത നടപടിയിലേക്ക് പോകും. എന്തായാലും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് അതുവരെ ഈ തീരുമാനം തിരുത്തുന്നവരെ വിട്ടുനിൽക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി സംസ്ഥാന സെക്രട്ടറി ബിനു വിശ്വവുമായി ചർച്ച നടത്തിയിട്ടും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ CPI തയ്യാറായില്ല. ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ 1 മണിക്കൂർ നീണ്ട ചർച്ചയിൽ ബിനു വിശ്വം CPIയുടെ നിലപാടിൽ ഉറച്ചുനിന്നു. PM ശ്രീ പദ്ധതിയെപ്പറ്റി പഠിക്കാൻ മന്ത്രിസഭാ ഉപസമിതി നിയോഗിക്കാമെന്നും ജനുവരി 30-നകം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടാമെന്നുമായിരുന്നു മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച സമവായ നിർദ്ദേശം. പ്രശ്നം തണുപ്പിച്ചെടുക്കാനുള്ള തന്ത്രമാണെന്ന് വിലയിരുത്തിയ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. തുടർന്നാണ് പ്രതിഷേധ സൂചകമായി മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കുമെന്ന നിർദ്ദേശത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ റിപ്പോർട്ട് ലഭിക്കുന്നവരെ പദ്ധതിയുടെ ധാരണാപത്രം മരവിപ്പിക്കണമെന്നാണ് CPIയുടെ ആവശ്യം. അത്തരം നടപടികൾ മന്ത്രി V ശിവൻകുട്ടിക്ക് ക്ഷീണമാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇതോടെയാണ് CPI മന്ത്രിസഭാ ബഹിഷ്കരണത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചത്. സംസാരിച്ചു ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട്. ആ സംസാരം വളരെ കോടികളായിരുന്നു. പക്ഷേ വിഷയങ്ങളുടെ പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോഴും ബാക്കിയാണ്. മന്ത്രിസഭ അറിയാതെ ധാരണാപത്രം ഒപ്പിട്ടതിൽ അതൃപ്തി അറിയിച്ച് CPI മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. 22 നടന്ന മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ഉന്നയിച്ചിട്ടും ഒപ്പിടുന്ന വിവരം അറിയിച്ചില്ല. എന്നാൽ 16 തന്നെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിലൂടെ തങ്ങൾ വഞ്ചിക്കപ്പെട്ടുവെന്ന് CPI മന്ത്രിമാർ മുഖ്യമന്ത്രിയെ രേഖാമൂലം അറിയിച്ചു. 29 ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കും. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ നവംബർ 4-ന് സംസ്ഥാന കൌൺസിൽ വിളിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് R. ശ്രീജിത്ത്, 24. മുഖ്യമന്ത്രിയുടെ സമവായ നിർദ്ദേശത്തിനും വഴങ്ങാതെ PM ശ്രീ പദ്ധതിയിലെ നിലപാടിൽ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് CPI. മുൻപ് പല വിഷയങ്ങളിലും CPIയുമായി ഭിന്നിച്ചിട്ടുള്ള CPI അന്നൊന്നും സ്വീകരിക്കാത്ത കടുത്ത സമീപനമാണ് PM ശ്രീ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. മുന്നണിയും മന്ത്രിസഭയും അറിയാതെ ഒപ്പുവെച്ച ധാരണാപത്രം മരവിപ്പിക്കണമെന്ന ഒറ്റ നിലപാടിലാണ് CPI. മുന്നണിയുടെയും പാർട്ടിയുടെയും രാഷ്ട്രീയ നയമാണോ കേന്ദ്ര ഫണ്ടാണോ പ്രധാനമെന്ന ചോദ്യത്തിന് നയം തന്നെയാണ് പ്രധാനമെന്നാണ് നേതൃയോഗങ്ങൾ കൈക്കൊണ്ട തീരുമാനങ്ങളിലൂടെ CPI നൽകുന്ന ഉത്തരം. വർഗീയതയ്ക്കെതിരായ രാഷ്ട്രീയ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന തീരുമാനം മുന്നണിയെ ആകെയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പാർട്ടിയെ തന്നെയും പ്രതികൂലമായി ബാധിക്കുമെന്നറിഞ്ഞിട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ CPI ഒരുക്കമല്ല. പാർട്ടിയുടെ വലിപ്പത്തിലല്ല, നിലപാടിന്റെ പൊക്കത്തിലാണ് കാര്യമെന്നാണ് CPI പറയാതെ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന CPIഎമ്മിന്റെ പ്രതീക്ഷ തകർത്തുകൊണ്ടാണ് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിലേക്ക് CPI എത്തിയത്. പദ്ധതിയുടെ ധാരണാപത്രം മരവിപ്പിക്കുകയാണ് വേണ്ടതെന്നാണ് CPIയുടെ ഉറച്ച നിലപാട്. We cannot succumb to any pressure to accept this policy in some way. Our party has reiterated its position. In this context, our party has expressed its opposition to MOU signed for PM ശ്രീ. ചർച്ചകൾക്കുള്ള വാതിൽ തുറന്നിട്ടുകൊണ്ടാണ് CPI തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുന്നത്. മുന്നണിയുടെ രാഷ്ട്രീയം പരിഗണിച്ച് ഫണ്ടിന് പുറകെ പോകുന്നതാണ് തിരിച്ചടിയെന്ന് CPIഎമ്മും മനസ്സിലാക്കണമെന്നാണ് CPIയുടെ ആവശ്യം. പാർട്ടിയുടെ പ്രതിഷേധത്തിനൊപ്പം മന്ത്രിമാർ കൂടി മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചതോടെ പ്രതിഷേധത്തിന്റെ ചൂട് തട്ടിത്തുടങ്ങുമെന്നാണ് CPI കരുതുന്നത്. അനുകൂല സമീപനമില്ലെങ്കിൽ മന്ത്രിമാരെ രാജിവെപ്പിച്ച് മന്ത്രിസഭയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന നടപടികളിലേക്ക് CPI നീങ്ങിയേക്കും. ആലപ്പുഴയിൽ നിന്ന് R. ശ്രീജിത്ത്, 24. ഇനി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നോക്കാം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കനത്ത മഴ. പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴ. പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. നാളെ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. മഴക്കെടുതിയിൽ 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആലുവ മൂന്നാർ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. കോഴിക്കോട് അതിരാവിലെ മുതൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. മണിക്കൂറുകളോളം ശക്തമായ മഴ പെയ്തതോടെ നഗരത്തിലെ അടക്കം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഈ വെള്ളക്കെട്ടിന് നടുക്കാണ് എനിക്ക് ഡെലിവറി കൊടുക്കാനുള്ളത്. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഡെലിവറി ഉണ്ട്. ബൈ ടു ബൈ ആയിട്ടുള്ള ഡെലിവറികളാണ് ഉണ്ടാവുക. ഇതിലിപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് അറിയില്ല. സമയവും നമുക്ക് വിലപ്പെട്ടൊരു സമയമാണ്. ഇത് സ്ഥിരം പരിപാടിയാണ്. ഞാൻ എന്ത് നന്നാക്കിയാലും ഇത് ഇവിടെ കര കയറൂല.
എറണാകുളം അങ്കമാലി മുക്കന്നൂരിൽ ഇടിമിന്നലേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് അപകടം. ഇടവിട്ടുണ്ടായ മഴയിൽ പലയിടങ്ങളിലും ഗതാഗതക്കുരുക്കുണ്ടായി. ചാവക്കാട് തളിക്കുളത്ത് ഇന്നലെ മത്സ്യബന്ധനത്തിനിടെ വള്ളം അപകടത്തിൽപ്പെട്ട് കാണാതായയാളുടെ മൃതദേഹം കണ്ടെത്തി. സ്നേഹതീരം ബീച്ച് സ്വദേശി ശിവന്റെ മൃതദേഹമാണ് രാവിലെ മുനക്ക് കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനടുത്ത് പുഴയോരത്ത് കരയ്ക്കിടിഞ്ഞത്. ആലപ്പുഴ അർത്തുങ്കലിൽ കടലിൽ വള്ളം തകർന്ന മത്സ്യത്തൊഴിലാളി മരിച്ചു. പോൾ ദേവസ്തിയാണ് മരിച്ചത്. ആലുവ മൂന്നാർ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു. പാലക്കാട്ടുതാഴം ഡബിൾ പാലത്തിന്റെ ഒരു വശത്താണ് മണ്ണിടിച്ചിൽ. പാലം വഴിയുള്ള ഗതാഗതത്തിന് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തി. ഷൊർണൂരിൽ ശക്തമായ മഴയിൽ വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. മുണ്ടായ LP സ്കൂളിന് സമീപത്ത് പള്ളത്ത് വീട്ടിൽ സുബ്രഹ്മണ്യന്റെ വീടാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ബംഗാൾ ഉൾക്കടലിൽ മോൻത ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെയും അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെയും മുകളിലായാണ് നിലവിൽ ചുഴലിക്കാറ്റിന്റെ സഞ്ചാരം. നാളെ രാവിലെയോടെ തീവ്ര ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാൻ സാധ്യത. നാളെ വൈകിട്ടോ രാത്രിയിലോ ആന്ധ്രാപ്രദേശ് തീരത്ത് മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിൽ കാക്കിനാടയ്ക്ക് സമീപം കരയിൽ പ്രവേശിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരങ്ങളിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ രണ്ടാം ഘട്ടമായ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടം പ്രഖ്യാപിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ ഇന്ന് രാത്രി 12 മണി മുതൽ SIR നടപടികൾ ആരംഭിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയും വരെ നടപടികൾ ആരംഭിക്കരുത് എന്ന കേരളത്തിന്റെ ആവശ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ അടക്കം 12 ഇടങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നത്. SIRന്റെ കരട് പട്ടിക ഡിസംബർ 9-ന് പ്രസിദ്ധീകരിക്കും. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയായിരിക്കും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുക. ഫെബ്രുവരി 7-നായിരിക്കും അന്തിമ പട്ടിക പുറത്തിറക്കുക. ये वो 12 राज्य हैं जहां पर कल से SIR शुरू होने वाला है. अंडमान एंड निकोबार आइलैंड, यूनियन टेरिटरी, स्टेट छत्तीसगढ़, गोवा, गुजरात, केरल, यूनियन टेरिटरी लक्षद्वीप, मध्य प्रदेश, पुदुचेरी यूनियन टेरिटरी, राजस्थान, तमिलनाडु, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമെന്ന കേരളത്തിന്റെ ആവശ്യം കമ്മീഷൻ തള്ളി. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് കമ്മീഷന്റെ വിശദീകരണം. അതേസമയം ഉടൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയെയും കേരളത്തോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിനെയും രണ്ടാം ഘട്ട SIRൽ നിന്ന് ഒഴിവാക്കി. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശമനുസരിച്ച് SIR നടപ്പിലാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. SIR തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമെന്നും രത്തൻ ഖേൽക്കർ. നാളെ 3:30-ന് ജില്ലാ കളക്ടർമാരുടെ യോഗവും മറ്റന്നാൾ രാഷ്ട്രീയ കക്ഷികളുടെ യോഗവും ചേരുമെന്നും രത്തൻ ഖേൽക്കർ അറിയിച്ചു. 24 ഡൽഹി. കാസർഗോഡ് അനന്തപുരം പ്ലൈവുഡ് ഫാക്ടറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാൾ മരിച്ചു. അസം സ്വദേശി നജീറുൽ അലിയാണ് മരിച്ചത്. ചൂട് കൂടിയതിനാൽ ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ പരുക്കേറ്റ് 8 പേർ ചികിത്സയിലാണ്. തീ പൂർണ്ണമായും അണച്ചുവെന്നും ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നും ഫയർഫോഴ്സ് അറിയിച്ചിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് അനന്തപുരത്തെ പ്ലൈവുഡ് ഫാക്ടറിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. വൈകിട്ട് 7 മണിയോടുകൂടിയായിരുന്നു ഈ അപകടം. ഡെക്കോർ പാനൽ ഇൻഡസ്ട്രീസ് എന്നാണ് ഈ പ്ലൈവുഡ് ഫാക്ടറിയുടെ പേര്. ബോയിലറാണ് പൊട്ടിത്തെറിച്ചത്. 300ഓളം ആളുകൾ പണിയെടുക്കുന്ന ഒരു ഫാക്ടറിയാണ്. ആ സമയത്ത് ഈ കമ്പനിയിൽ 100 പേരാണ് ഉണ്ടായത്. ഈ ഒരു ബോയിലർ പൊട്ടിത്തെറിച്ച ആ സ്ഥലത്ത് 3 പേർ മാത്രമായിരുന്നു ഉണ്ടായത്. അത് അപകടത്തിൻ്റെ വ്യാപ്തി കുറച്ചിട്ടുണ്ട്. ആകെ 8 പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. അതിൽ 6 പേരെ മംഗലാപുരത്തെ ഏനപ്പായ ആശുപത്രിയിലും 2 പേരെ കുമ്പളയിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അസം സ്വദേശി നജ്റുള്ളാണ് മരിച്ചത്. बॉयलर जो है ना वो ब्लास्टिंग हो गया. शाम को इस टाइम में 100 आदमी होगा. हाँ, पूरा कंपनी में 100 आदमी होगा. ब्लास्ट हो गया. തീ പൂർണ്ണമായും അണച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപകടം നടന്നത് ചൂട് കൂടിയതിനാലാണ് എന്നും പ്രാഥമികമായി പറയുന്നുണ്ട്. ചൂട് കൂടിയതിനാൽ ബോയിലർ പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വ്യക്തമാക്കിയത്. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അപകട സ്ഥലത്ത് ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് ലാസ്റ്റ് അവസാന ഘട്ടത്തിലേക്കായി. നിലവിൽ ആരും അതില്ല. മാത്രമല്ല നമ്മളതിൻ്റെ മാനേജറെ വിളിച്ച് മൊത്തം എത്ര ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ചോദിച്ച് എണ്ണം ഉറപ്പുവരുത്തി
ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ആൾക്കാരെ നമ്മൾ നോക്കി ബാക്കിയുള്ള ഇവിടെ ഉള്ളവരെ കൺഫേം ചെയ്ത് ആരും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഫാക്ടറീസ് ആൻഡ് ഓയിൽ വകുപ്പിനോട് അന്വേഷിച്ച റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കാനാണ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരന്റെ നിർദ്ദേശത്തിൽ പറയുന്നത്. ഉഗ്രസ്ഫോടനമാണ് സംഭവ സ്ഥലത്തുണ്ടായതെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നുൾപ്പെടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 5 കിലോമീറ്റർ അകലെയുള്ള വീടുകൾക്ക് പോലും കേടുപാടുകളുണ്ടായി. ജനൽ ചില്ലുകളൊക്കെ പൊട്ടിത്തകരുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഫാക്ടറിക്കകത്ത് ആരും തന്നെ കുടുങ്ങിക്കിടക്കുന്നില്ല. 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ വ്യാപകമായി ലഹരി ഉപയോഗിക്കുന്നുവെന്ന ശബ്ദ സന്ദേശം 24 പുറത്തുവിട്ടതോടെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. ആലുവയിൽ കഞ്ചാവുമായി ബസ് ഡ്രൈവർ പിടിയിലായി. ഇന്നു മുതൽ സ്വകാര്യ ബസ്സുകളിൽ പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തണമെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയതോടെയായിരുന്നു പരിശോധന. കാരുണ്യയാത്രയുടെ പേരിൽ പണം പിരിച്ച ഡ്രൈവർ MDMA വാങ്ങിയെന്ന ഞെട്ടിപ്പിക്കുന്ന ശബ്ദ സന്ദേശമാണ് ഇന്നലെ പുറത്തു വന്നത്. ആലുവയിലെ ചങ്സ് ഡ്രൈവേഴ്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു സന്ദേശം വന്നത്. 24 വാർത്ത പുറത്തുവിട്ടതോടെ ഗൗരവം തിരിച്ചറിഞ്ഞ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഇടപെടൽ. പരിശോധനയ്ക്കായി സ്ക്വാഡ് രൂപീകരിച്ചു. തുടർന്ന് ആലുവ കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിൽ ബസ് ഡ്രൈവറുടെ കയ്യിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി. ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന VT എന്ന ബസ്സിലെ ഡ്രൈവർ എടത്തറ സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് പിടിയിലായത്. വൈകുന്നേരം ഏതാണ്ട് ഒരു 4:30 ഒരു ബസ്സിന്റെ ഡ്രൈവറിന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് കഞ്ചാവ്, ഒരു ചെറിയ പൊതിയിൽ കഞ്ചാവ് കണ്ടെടുക്കുകയുണ്ടായി. ഡ്രൈവറുടെ ലൈസൻസിനെതിരെ സസ്പെൻഷൻ, അയോഗ്യത കൽപ്പിക്കൽ തുടങ്ങിയ നടപടി ഉണ്ടാവുന്നതാണ്. അവരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും പ്രശ്നം ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ കൂടുതൽ ചെക്കിങ്ങിനായിട്ട് കൊണ്ടുപോകും. പ്രത്യേക ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജുവിനാണ് ചുമതല. എക്സൈസിനെ കൂടി ഉൾപ്പെടുത്തിയാണ് പരിശോധന. ലഹരി ഉപയോഗം കണ്ടെത്തിയാൽ ഇതുവരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇനി മുതൽ റദ്ദാക്കും. 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയെന്ന് സംശയിക്കുന്ന കൽപേഷിനെ കണ്ടെത്തി 24. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറിയിലേക്ക് സ്വർണം കൊണ്ടുപോയത് താനാണെന്ന് കൽപേഷ് സമ്മതിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്നുമാണ് കൽപേഷിന്റെ പ്രതികരണം. ഹൈദരാബാദിൽ സ്വർണ്ണപ്പാളി വാങ്ങിയയാളുടെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി തെറ്റായി മൊഴി നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. 24 എക്സ്ക്ലൂസീവ്. और उधर 13 साल से काम कर रहा हूँ. और मेरे को रुद्रम ज्वेलर्स से मतलब ऐसे फ़ोन आया था ओनर को, तो मुझे भेजा गया था. वहाँ जाके मैंने रिसीव किया था, मेटल रिसीव किया था. रिसीव करके ला के उसके 7 दिन के बाद उनको जाके दुकान में दिया है बलारी. കൽപേഷ് ഒരു കൽപ്പിത കഥാപാത്രമല്ല. ചെന്നൈ സൗക്കാർപേട്ട വീരപ്പൻ സ്ട്രീറ്റിലെ കാളികുണ്ട് ജ്വല്ലറിയിലെ ജീവനക്കാരൻ. ഗോവർദ്ധന്റെ റോധം ജ്വല്ലറിയുമായി കാളികുണ്ട് ജ്വല്ലറിക്ക് ദീർഘനാളായുള്ള ബന്ധമുണ്ട്. ഗോവർദ്ധൻ നിർദ്ദേശിച്ചതനുസരിച്ച് സ്വർണ്ണപ്പാളിയിൽ നിന്ന് കവർന്ന സ്വർണം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് കൽപേഷാണ് ബെല്ലാരിയിലേക്ക് കൊണ്ടുപോയത്. താൻ കൊണ്ടുപോയത് സ്വർണമാണെന്ന് കൽപേഷിന് അറിയാമായിരുന്നു. എന്നാൽ ഇത് കവർന്നെടുത്തതാണെന്ന് അറിഞ്ഞിരുന്നില്ല. സ്മാർട്ട് ക്രിയേഷൻസിൽ പോയത് ഒരു തവണ മാത്രം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയുകയില്ല. Do you know Unikrishan Poti? जी नहीं, मैं नहीं जानता से कोई. You know about this theft case? Any sort of things about this theft case? जी नहीं मालूम मेरे को. Have you been to Shabarimala or Smart Creations before? नहीं जानता. अब पहली बार मालूम पड़ा और पहली बार उस दुकान में गया था उस टाइम. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഒരു ബോക്സിൽ നൽകിയ സ്വർണം 10 ദിവസം കഴിഞ്ഞാണ് ബെല്ലാരിയിലെത്തിച്ചതെന്നും കൽപേഷ് പറയുന്നു. അതിനിടെ ഹൈദരാബാദിൽ സ്വർണം ഏറ്റുവാങ്ങിയത് നാഗേഷ് അല്ല നരേഷ് ആണെന്ന് SIT കണ്ടെത്തി. അന്വേഷണ സംഘത്തെ വട്ടം ചുറ്റിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തെറ്റായ പേര് പറഞ്ഞുവെന്നാണ് കണ്ടെത്തൽ. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം 24 ചെന്നൈ. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരില്ല എന്നറിയിച്ചതോടെ എറണാകുളം കലൂർ സ്റ്റേഡിയം നവീകരണം അനിശ്ചിതത്വത്തിൽ. ചോദ്യങ്ങളോട് അസഹിഷ്ണുത തുടരുന്ന കായിക മന്ത്രി V അബ്ദുറഹ്മാന് വിഷയത്തിൽ പ്രതികരണമില്ല. സ്റ്റേഡിയം നവീകരണത്തിന്റെ പേരിൽ തട്ടിപ്പും അഴിമതിയും നടന്നുവെന്ന് സർക്കാർ അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസിന്റെയും BJPയുടെയും ആവശ്യം. മെസ്സിയുടെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹൈബിയുടെ ഗുരുതരമായ അത് പറയുന്നത് ഈ മറയത്ത് നിർത്തി ഉണ്ടാക്കിയ ചോദ്യങ്ങളോട് ഇന്നലെ മലപ്പുറത്ത് തട്ടിക്കയറിയ കായിക മന്ത്രി V അബ്ദുറഹ്മാന്റെ അസഹിഷ്ണുതയ്ക്ക് ഇന്നും മാറ്റമില്ല. കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മറുപടിയില്ല. തൃശൂരിൽ മന്ത്രിയുടെ പ്രതികരണം തേടുന്നതിനിടെ CPM MLA AC മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള സംഘം 24 മാധ്യമ സംഘത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു.
പോലീസുകാർ നിന്നെ കയ്യേറ്റം ചെയ്ത് പോലീസ് നിന്നെ കയ്യേറ്റം ഇങ്ങനെ ഒരു വൃത്തികേടുമില്ല. കോൺഗ്രസ് ജനപ്രതിനിധികൾ സ്റ്റേഡിയത്തിലെത്തി സാഹചര്യം വിലയിരുത്തി. നവീകരണത്തിൽ അഴിമതിയും തട്ടിപ്പും ആരോപിച്ച് കോൺഗ്രസ് BJP നേതാക്കൾ. ഒരു ഷെയ്ഡി ഡീൽ ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഇതൊരു സ്പോർട്ടിംഗ് ഇവന്റ് എന്നതിനപ്പുറമായി ഒരു ബിസിനസ് ഡീലായി ചില ആളുകൾ കാണാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ സർക്കാരിന്റെ റോൾ എന്താണ് ഇതിൽ? ഇടയ്ക്ക് മെസ്സി വരുമെന്ന് പറയുക, ഇടയ്ക്ക് വരില്ല എന്ന് പറയുക. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നുള്ളതാണ് BJPയുടെ ആവശ്യം. സ്പോൺസറുമായുള്ള കരാർ വ്യവസ്ഥ എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ആവശ്യപ്പെട്ടു. GCDAയുമായി കരാറിലതാണ് സ്പോൺസറുടെ വിശദീകരണം. കാട് മൂടി പിടിച്ചൊരു പേതാലയം പോടുന്ന കിടന്ന സ്ഥാനത്തിന്റെ അകത്ത് ഇവിടെ ഇത് ഇത്രയും വെളിച്ചം വന്നില്ലേ, ഇത്രയും വൃത്തിയായില്ലേ? നവംബർ മാസം 30-ാം തീയതി നിങ്ങൾ വന്ന് നോക്കൂ. കൊച്ചി സ്റ്റേഡിയം ഒരു ഇന്റർനാഷണൽ ലെവൽ FIFA അപ്രൂവോട് ഉണ്ടാവും. അതെന്റെ വാക്കാണ്. നിങ്ങൾക്ക് ഇന്റർനാഷണൽ ലെവലിൽ FIFA അപ്രൂവൽ കിട്ടിയ സ്റ്റേഡിയം ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. സ്റ്റേഡിയം നവീകരണ വിവാദത്തിന് പിന്നാലെ GCDA അടിയന്തര യോഗം വിളിച്ചു. സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണി തീർന്നില്ലെങ്കിൽ ഹോം ഗ്രൗണ്ട് ഹൈദരാബാദിലേക്കോ അഹമ്മദാബാദിലേക്കോ മാറ്റാനാണ് ISL ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആലോചന. തൃശൂരിൽ നിന്ന് സൂരജ് സജിക്കൊപ്പം നിതിൻ അംബുജൻ, 24 കൊച്ചി. നോക്കാമനി സ്കൂൾ കായികമേള വിശേഷങ്ങൾ. കേരള സ്കൂൾ കായികമേള co-sponsored by Bima Jewels, Golden Super Surprise. സ്കൂൾ കായികമേള അത്ലറ്റിക്സിലെ കിരീട പോരാട്ടം അവസാന ദിനത്തിലേക്ക്. മികച്ച ജില്ലയാവാൻ മലപ്പുറവും പാലക്കാടും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഷോട്ട് പുട്ടിൽ കണ്ണൂരിന്റെ അൻവിക മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടി. ഓവറോൾ ചാമ്പ്യൻഷിപ്പിനുള്ള സ്വർണ്ണ കപ്പ് തിരുവനന്തപുരം ഉറപ്പിച്ചു. അത്ലറ്റിക്സിലെ കിരീട പോരാട്ടം ക്ലൈമാക്സിൽ. അവസാന ദിനത്തിൽ 16 ഫൈനലുകൾ ശേഷിക്കെ നിലവിലെ ചാമ്പ്യൻസായ മലപ്പുറവും മുൻ ജേതാക്കളായ പാലക്കാടും ഇഞ്ചോടിഞ്ച് പോരാട്ടം. 17 സ്വർണം ഉൾപ്പെടെ മലപ്പുറത്തിന് 190 പോയിന്റ്. തൊട്ടുപിന്നിലുള്ള പാലക്കാടിനാകട്ടെ 21 സ്വർണം ഉൾപ്പെടെ 167 പോയിന്റും. സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഷോട്ട് പുട്ടിൽ കണ്ണൂരിന്റെ അൻവിക മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടി. റെക്കോർഡ് പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പെർഫോമൻസ് പ്രതീക്ഷിച്ച് തന്നെയാണോ എത്തിയത്? കുറച്ചും കൂടെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം. ആദ്യം എനിക്ക് ഗോൾഡ് വന്നേ. തീർച്ചയായും 2ാം വർഷം. 2 വർഷം. അത്ലറ്റിക് സ്കൂളുകളിൽ കഴിഞ്ഞ 3 തവണയും ജേതാക്കളായ ഐഡിയൽ കടകശ്ശേരി തന്നെയാണ് ഇത്തവണയും മുന്നിൽ. കായികമേളയിലെ പ്രഥമ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം ഉറപ്പിച്ചു. 202 സ്വർണം ഉൾപ്പെടെ 180 പോയിന്റാണ് ആതിഥേയർക്ക്. രണ്ടാമതുള്ള തൃശൂരിന് 870 മാത്രം. കേരള സ്കൂൾ കായികമേള വേദിയിൽ നിന്ന് ടീം 24. കാർഷിക യന്ത്ര ഉപകരണങ്ങൾ, മാലിന്യ സംസ്കരണ ഉപാധികൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, കറി പൌഡറുകൾ എന്നിവയുടെ നിർമ്മാണ വിതരണ രംഗത്ത് കേരളത്തിനകത്തും പുറത്തും പ്രശസ്തമായ റെയ്ഡ്കോ പുതിയ മേഖലയിലേക്ക്. കണ്ണൂർ കണ്ണോത്തും ചാലിൽ കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന കാർഷിക അനുബന്ധ നൂതന സംരംഭങ്ങളുടെ ഉദ്ഘാടനം ഈ മാസം 30-ന് നടക്കും. മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. കരൂരിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും പരുക്കേറ്റവരുമായും തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയുടെ കൂടിക്കാഴ്ച. മഹാബലിപുരത്തെ സ്വകാര്യ ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച. ഇതിനിടെ TBK നേതാക്കൾക്ക് CBI സമൻസ് അയച്ചു. കരൂർ ദുരന്തമുണ്ടായി 1 മാസം പിന്നിടുമ്പോഴാണ് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും പരുക്കേറ്റവരെയും വിജയ് കാണുന്നത്. കരൂരിൽ നിന്ന് പ്രത്യേക ബസ്സുകളിൽ ഇന്നലെ രാത്രി തന്നെ ഇവരെ മഹാബലിപുരത്തെ ഹോട്ടലിൽ എത്തിച്ചിരുന്നു. 50-ലധികം മുറികളിലായി താമസിക്കുന്ന ഓരോ കുടുംബത്തെയും വിജയ് റൂമിലെത്തി കണ്ടു. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വിജയ് പ്രത്യേകം ചോദിച്ചറിഞ്ഞ് നടത്തിക്കൊടുക്കുമെന്ന് TBK പറയുന്നു. കരൂരിലേക്ക് പോകാതെ ദുരന്തബാധിതരെ ചെന്നൈയിലേക്ക് എത്തിച്ചതിൽ DMK നേതാക്കളടക്കം വിമർശനമുന്നയിക്കുന്നുണ്ട്. അപകടത്തിൽ അന്വേഷണം ആരംഭിച്ച CBI TBK ജനറൽ സെക്രട്ടറി N. ആനന്ദ്, ജോയിന്റ് ജനറൽ സെക്രട്ടറി CT നിർമ്മൽ കുമാർ എന്നിവർക്ക് സമൻസ് അയച്ചു. നാളെ ഇരുവരും CBI സംഘത്തിന് മുന്നിൽ ഹാജരാകണം. 24 ചെന്നൈ. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.